വരും, ദൈവത്തിന്റെ വെളിച്ചോടെ വരും. നിങ്ങൾ ആദ്യം നിങ്ങളുടെ കരം തന്നെ ശിരസിൽ വയ്ക്കാൻ പറ്റുമെങ്കിൽ പറയണം, കർത്താവേ അങ്ങയുടെ വെളിച്ചം എന്നിൽ വരട്ടെ. ആ വെളിച്ചം എൻ്റെ ശരീരത്തിൽ, ബുദ്ധിയിൽ, ചിന്തയിൽ, ആലോചന, ശുശ്രൂഷയിൽ ഒക്കെ വരട്ടെ. ഈ ആലയത്തിൽ ദൈവത്തിന്റെ വെളിച്ചം നിറയട്ടെ, ശുശ്രൂഷകരിൽ വെളിച്ചം നിറയട്ടെ, ശുശ്രൂഷകളിൽ വെളിച്ചം നിറയട്ടെ. ഇവിടെ വരുന്നവർ ഇരുട്ടിലാണ് തപ്പിത്തടഞ്ഞു വരുന്നെങ്കിലും വെളിച്ചത്തോടെ തിരിച്ചു പോകാൻ, വെളിച്ചത്തോടെ അല്ല വെളിച്ചമായി തിരിച്ചു പോകാൻ ഇടവരട്ടെ. ഒരു വെളിച്ചമായി തിരിച്ചു പോകുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. വെളിച്ചമായി തിരിച്ചു പോകാൻ അവർ ചെന്നു കയറുന്ന വീടിന്റെ ഇരുട്ടും മാറി അതും വെളിച്ചമാവും. ആ വ്യക്തിയിലൂടെ ആ വീടും അനുഗ്രഹിക്കപ്പെടും. ചിലതൊക്കെ ജീവിതത്തിൽ നിന്ന് വേർതിരിക്കാൻ ദൈവത്തിന്റെ കരം നിന്റെ മേൽ ഉയരുകയാണ്, ദൈവത്തിന്റെ ശബ്ദം നിന്റെ മേൽ വരികയാണ്. നിന്നെ ഫോക്കസ് ചെയ്താണ് ഈ വചനം ശുശ്രൂഷിച്ചത്. നിന്നെ നോക്കിയിട്ടാണ്, ആരെയോ നോക്കി, അന്തരീക്ഷത്തിലേക്ക് നോക്കി ചുമ്മാ പറഞ്ഞതല്ല. അല്ല കുഞ്ഞ്, നിന്നെ നോക്കിയാണ്, നിന്റെ കുടുംബത്തെ നോക്കിയാണ്, നിന്റെ അവസ്ഥയെ നോക്കിയിട്ടാ പറഞ്ഞത്. ഈ വചനത്തിലൂടെ നിന്റെ ജീവിതത്തിനകത്തൊരു വെളിച്ചം കയറി. ആ തലതിരിഞ്ഞ ചിന്തകൾ, ആ നെഗറ്റീവ് ചിന്തകൾ